സർ, നേറ്റോ, യൂറോപ്യൻ യൂണിയൻ, UN, ട്രംപിന്റെ താരിഫ്, ഇതെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയ ബാക്കി രാജ്യങ്ങൾ, ബ്രിക്സ്, ദേ ആർ ഗോയിങ് ടു ഗെറ്റ് സ്ട്രോങ്ങർ, കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വേറെ ആംഗിളിലും ചില കൺട്രീസ് അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. ബ്രിക്സിൻ്റെ തന്നെ രാജ്യങ്ങൾ, കുറച്ച് സൂപ്പർ പവേഴ്സ് ലൈക്ക് ഇന്ത്യ, ചൈന ആൻഡ് ബ്രസീൽ. അപ്പോൾ എനിക്ക് പാകിസ്ഥാൻ അവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ, നൗ നരേന്ദ്രമോദി ഈസ് പ്ലാനിങ് ടു ഗോ ടു ചൈന, ഹി ഈസ് ഗോയിങ് ടു ചൈന. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് ധാരണയിൽ എത്താൻ വേണ്ടിയിട്ടാണോ? ടു ഗോ എഗെയിൻസ്റ്റ് എന്നല്ല, ഒരു നമ്മുടെ ബ്രിക്സ് ടീം സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു വലിയൊരു അജണ്ടയായിട്ടാണോ മോദി പോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സ്നേഹബന്ധം പൊലിയുമ്പോൾ മറ്റൊന്ന് നാം പെടും. ഇത് പ്രാപഞ്ചിക നിയമമാണ്. അമേരിക്കയുമായുള്ള ഹണിമൂൺ പീരീഡ് ഇസ് ഓവർ. സോ വി ആർ വൂയിങ് അതർ സ്യൂട്ടേഴ്സ്. ഇത് ഗ്ലോബൽ പോളിറ്റിക്സിലും ഈ ഒരു ഡിക്റ്റം പ്രാവർത്തികമാണെന്നുള്ളതിന് തെളിവാണ്. Narendra he has decided ultimately to go to SCO, Shanghai Cooperation Organization meeting in China. Okay. അത് ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 ദിവസങ്ങളിൽ ചൈനയിൽ വെച്ച് നടക്കുന്ന SCO മീറ്റിംഗിൽ മോദി പങ്കെടുക്കുന്നു. ദാറ്റ് ഈസ് ന്യൂസ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷമായി ആ വഴി പോയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ചൈനയുമായി എത്ര നല്ല സുഖമായിരുന്നില്ല ഭാരതത്തിന് കുറെ കാലമായി. ആദ്യകാലങ്ങളിൽ നമുക്കറിയാമല്ലോ, ആദ്യകാലങ്ങൾ നെഹ്റുവിയൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ഉന്മാദ അവസ്ഥ. ചൈന ഇന്ത്യ ഭായി ഭായി, ഇന്ത്യ ചീനി ഭായി ഭായി, അല്ലേ? ബ്രദേഴ്സ്. ബ്രദേഴ്സ് എസ്ട്രേഞ്ച്ഡ് ബ്രദേഴ്സ്. അവർ കടുത്ത ശത്രുക്കളായി മാറി. പല കാരണങ്ങളാണ്. ദലൈലാമയ്ക്ക് അഭയം കൊടുത്തത് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതിർത്തി തർക്കം മൂത്ത് നിന്ന് 2020 ആണ് ഗൽവാൻ സംഭവിക്കുന്നത്. ഗൽവാൻ വാലി തസിൽ കല്ലും കട്ടയും എന്താണ് കുറുവടിയും പിന്നെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫിസ്റ്റ് ഫൈറ്റിലൂടെ 2 രാജ്യങ്ങളും പരസ്പരം ഒരു മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ട് അവസാനം പരസ്പരം മുഖാമുഖം നിൽക്കുകയാണ്. 2022 വീണ്ടും അതാവർത്തിക്കുന്നു. തവാങ് മേഖല, അരുണാചൽ പ്രദേശ് മേഖല, സിക്കിം മേഖല, ലഡാക്ക് മേഖല, ഇവിടെ എല്ലാം തന്നെ സംഘർഷഭരിതമായിരുന്നു കഴിഞ്ഞ 4 വർഷങ്ങൾ. 2024 ഒക്ടോബറിൽ ഭാരതവും ചൈനയും തമ്മിൽ ഒരു ധാരണയിലെത്തി. അതിർത്തി സംബന്ധമായ ഒരു ഏകദേശ ധാരണയിലെത്തി. അതിനുശേഷമാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതും വ്യാപാര യുദ്ധം മുറുകയും ചെയ്തത്. അപ്പം China and India now seem to be on the same page when it comes to the trade war. ആദ്യം നമ്മൾ സ്വല്പം മിസ്ലെഡ് ആയി. അത് നമ്മൾ തുറന്ന് പറയേണ്ടതുണ്ട്. കാരണം ട്രംപ് വന്നു, എല്ലാം ശരിയായി എന്നൊരു ചിന്തയാണ്. ട്രംപ് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമല്ല. ഇന്ത്യ മാത്രമല്ലല്ലോ, പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തു തരും എന്നുള്ളത് അല്ലേ? ഇതൊക്കെ ഒരു വാചകം അടിക്കുന്ന ഒരു അച്ചായൻ. ഇലക്ഷൻ അജണ്ട അല്ലേ? ഇലക്ഷൻ അജണ്ട, ഞാനത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും. ഡൊമസ്റ്റിക് ഓഡിയൻസിനോട് പറയുന്നത് പോലെ അല്ല ഗ്ലോബൽ കമ്മ്യൂണിറ്റിയോട് പറയുന്നത്. They have other options. അമേരിക്കൻ ജനത അവരുടെ നേതാവായി തെരഞ്ഞെടുത്ത ട്രംപിനെയാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദം. നമുക്കല്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചൈനയുമായി ഒരു മൃദു സമീപനം. അപ്പം 2019 ശേഷം നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് ചൈന സന്ദർശിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയെ കാത്തു നിൽക്കുന്നത് ഷീ ജിൻപിങ് ആണ്. മോദിയെ കാത്തു നിൽക്കുന്നത്. അത് മാത്രമല്ല, ഷീ ജിൻപിങ്ങിന് പുറമെ സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ ആ സമ്മേളനത്തിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിഗ് 3 റഷ്യ, ചൈന ആൻഡ് ഇന്ത്യ ടുഗെദർ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ വല്ലതും നടക്കാനുള്ള സാധ്യത. അതിനു മുൻപ് 2 കാര്യങ്ങൾ നടക്കും. ഈ അമേരിക്ക ഇന്ത്യക്ക് നൽകിയ 3 ആഴ്ച സമയം, കഴിഞ്ഞ ദിവസം പറഞ്ഞു, 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ 2-1 തീരുമാനിക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇക്കോണമിയിൽ കാർഷിക മേഖലയിൽ പങ്കാളിത്തം ഉണ്ടാകണം. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ നിങ്ങൾ വാങ്ങണം. നിങ്ങളുടെ കർഷകരോട് പോയി പണി നോക്കാൻ പറ. മോദി പറഞ്ഞു പറ്റില്ല. ഇന്ന് മോദിയുടെ പ്രസ്താവനയുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞു കർഷകരാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കർഷകരാണ്. ഈ കർഷകരെ കൈവിട്ടുകൊണ്ട് ഒരു പണിയും നടക്കില്ല. അതുകൊണ്ട് കർഷകരുടെ ക്ഷേമത്തിന് ആദ്യ പ്രിഫറൻസ്.
ട്രംപിനുള്ള മറുപടിയാണ്. അതെ. അതുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക രംഗത്തേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരച്ചു കയറാമെന്ന മോഹം നടക്കില്ല, വ്യാമോഹമായി മാറും. ചൈന ഈസ് എൻ അഗ്രേറിയൻ ഇക്കോണമി, ഇന്ത്യ ഓൾസോ ഇസ് എൻ അഗ്രേറിയൻ ഇക്കോണമി ഡിസ്പൈറ്റ് ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റ്. അപ്പോൾ അവിടെ കോമണാലിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതാണ് പ്രധാനം. അപ്പോൾ ആ കോമണാലിറ്റീസ് ആണ് നമ്മുടെ പ്രതീക്ഷ. അവിടെ എങ്ങനെയാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്? ഡോളറിനെതിരെ അതിശക്തമായ ഒരു സാന്നിധ്യം ഏത് രൂപത്തിലാകാം എന്നതിന് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ബ്രിക്സിലും SCOയിലുമാണ്. അവിടെയാണ് SCOയുടെ പ്രസക്തി. അതുകൊണ്ട് SCO ഇന്ത്യ വലിയ താല്പര്യമെടുത്തിരുന്ന ഒരു സംഘടനയല്ല. കാരണം ചൈനയ്ക്ക് വലിയ മേൽക്കൈയുള്ള ഒരു സംഘടനയിൽ ഇന്ത്യ എന്തിനു ചെന്ന് പെടുന്നു? ബ്രിക്സിൽ അങ്ങനല്ല, കുറച്ചുകൂടെ വിതരണാത്മകമാണ്. സമാനമായ രാജ്യങ്ങളാണ് ബ്രിക്സിലും SCOയിലും ഒക്കെ ഉള്ളത്. പല റഷ്യ, ഇന്ത്യ, ചൈന, ബിഗ് 3. ബ്രസീലും ഒക്കെ വേറെയാണ്, SCOയിൽ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമ്മേളനം ലോകം മുഴുവൻ ഇപ്പോൾ കാതോർക്കുന്നു. അതുകൊണ്ട് ലോകക്രമം മാറുന്നു രണ്ട് രീതിയിൽ. ലോക രാഷ്ട്രീയ ക്രമം മാറുന്നു, ലോക സാമ്പത്തിക ക്രമം മാറുന്നു. ഡോളർ അധിഷ്ഠിത ലോകക്രമത്തിന് ബദലായി ബ്രിക്സിന്റെ ഒരു കറൻസി വരുമോ? SCO ഇടപെട്ട് കൂടുതൽ വ്യാപാരം ആ മേഖലയിൽ, കിഴക്ക് ഏഷ്യയാണ് ഏറ്റവും വളർച്ച നിരക്കുള്ള മേഖല. അതിനെക്കുറിച്ച് ഈ വേറൊരു കറൻസി വരുന്നതിനെ കുറിച്ച് മോദിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ചോദിക്കുമ്പോൾ കൂടി. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പോ അതിന് അഗ്രി ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലേ? പണ്ട് സഖാവ് VMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, അഭിപ്രായം ഇരുമ്പുലക്കയല്ല, വേണ്ടി വന്നാൽ അതങ്ങോട്ട് മാറും. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാനുള്ളത് തന്നെയാണ് അഭിപ്രായം. ലോക സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, അമേരിക്കയുടെ സാഹചര്യം മാറിയിരിക്കുന്നു, അമേരിക്ക ഇന്ത്യയുള്ള നിലപാട് മാറിയിരിക്കുന്നു. സ്വാഭാവികമായി ഭാരതത്തിലും മാറ്റമുണ്ട്. നമ്മുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഇന്ത്യ ഫസ്റ്റ്, അതല്ലേ നമ്മുടെ പോളിസി. സ്ട്രാറ്റജിക് ഓട്ടോണമി, അതല്ലേ ഇന്ത്യയുടെ പോളിസി. അതനുസരിച്ച് പെർമനന്റ് അലയൻസ് ഇല്ല രാഷ്ട്രീയത്തിൽ. സ്ഥിരമായ സുഹൃത്തുക്കളും സ്ഥിരമായ ശത്രുക്കളും ഇല്ല എന്നതിന്റെ മറ്റൊരു. ചൈന സുഹൃത്തൊന്നുമല്ല, an ally of convenience. അമേരിക്കയും അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് an ally of convenience. അത് മാറിക്കഴിഞ്ഞാൽ this is more convenient. അതുകൊണ്ടാണ് പുതിയ സഖ്യങ്ങൾ, പുതിയ സമവാക്യങ്ങൾ അതിനുള്ള ആലോചനയിലാണ്. അതുകൊണ്ടാണ് 2025 വർഷം ചേഞ്ചസിന്റെ വർഷമാണ്, ലോകക്രമത്തിൽ മാറ്റങ്ങൾ കുറിക്കപ്പെടുന്ന വർഷമാണ്. ഒരുപാട് സന്ദർശനങ്ങൾ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ is going to Moscow shortly. India's national security advisor Ajit Doval is already in Moscow talking to Putin. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്കുള്ള ശക്തമായ താക്കീതാണ്. ഞങ്ങൾ ഇവിടെ പണി തുടങ്ങിയിരിക്കുന്നു, പൊളിച്ചടുക്കും. മര്യാദക്കെങ്കിൽ മര്യാദക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാനും കരാറൊപ്പിടാനും തയ്യാറാണ്. നിങ്ങളുടെ ടേംസിലല്ല, ഞങ്ങളുടെ ടേംസിലല്ല, മ്യൂച്വൽ ടേംസിൽ ഇത് തയ്യാറാണ്. ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ഞങ്ങളുടെ സംസാരമല്ല, ഞങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.